ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ തന്നെ ഒരു ജോഗ്രഫി പോർഷനാണ് പഠിക്കുന്നത്. സാമൂഹ്യശാസ്ത്രം ഭാഗം 2-ലെ ചാപ്റ്ററാണ്. നമ്മൾ ഭൂഖണ്ഡങ്ങളിലൂടെ എന്ന ചാപ്റ്റർ കണ്ടു, അതുപോലെ നമ്മൾ സമുദ്രങ്ങളെക്കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് മണലാരണ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ മരുഭൂമിയെക്കുറിച്ച് പഠിക്കാം. ഭാഗം ചാപ്റ്റർ 7 മണലാരണ്യങ്ങളിലൂടെ. ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് മരുഭൂമിയുടെ പ്രധാന വിഭാഗങ്ങൾ, അവയുടെ സവിശേഷതകൾ, കാലാവസ്ഥ, മണ്ണ്, സസ്യജന്തുജാലങ്ങൾ, കൃഷി, വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മണലാരണ്യങ്ങളിലൂടെ ഈ ഒരു പിക്ചർ, മണലാരണ്യത്തിലൂടെ. ഓക്കെ, ഈ ഒരു പിക്ചറൊക്കെ കണ്ടല്ലോ. മണലാരണ്യം എന്താണ് നമുക്കൊരു ധാരണയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന കൃതിയിലെ ഒരു ഭാഗം മുന്നിൽ വെച്ചുകൊണ്ടാണ്. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽ മണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്കു താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിലുണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. അപ്പൊ ഇത് ആടുജീവിതം എന്ന ഭാഗത്തിലെ പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലൊരു ഭാഗമാണ്. തൊഴിൽ തേടി മധ്യേഷ്യയിലേക്ക് എത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിൻ്റെ ജീവിതമാണ് നോവലിൻ്റെ ഇതിവൃത്തം. നമ്മളിൽ പലരും തന്നെ ആടുജീവിതം എന്ന കൃതി വായിച്ചതാണ്. അതുകൂടാതെ നമുക്ക് സിനിമയായി തന്നെ വന്നതുകൊണ്ട് വളരെയധികം പരിചിതമാണ് ആടുജീവിതം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് മരുഭൂമിയെക്കുറിച്ചും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കേട്ടും വായിച്ചും ഒക്കെ അറിവുള്ളതാണ്. ഓക്കെ, വരണ്ടതും വിരളവുമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. വേറിട്ട ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇത്തരം തരിശു നിലങ്ങൾ നാം താമസിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും വളരെ വ്യത്യാസമായിട്ടുള്ളതല്ലേ ആണല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒന്നാമത്, ഈ ഒരു പ്രദേശത്തിന്റെ മരുഭൂമിയുടെ സവിശേഷതയെ പറയാൻ പറ്റുന്നത് വളരെ വരണ്ട കാലാവസ്ഥയാണ് എന്നുള്ളതാണ്. ഇതിന് കാരണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് മഴയുടെ ലഭ്യത കുറവ് പറയാമല്ലോ. അപ്പൊ അവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് മഴയുടെ ലഭ്യത കുറവ്. പിന്നെ നമുക്ക് പറയാം, മണൽപ്പരപ്പുകൾ, കണ്ണെത്താ ദൂരത്തോളം മണൽപ്പരപ്പുകൾ കാണാം. മുൾച്ചെടികൾ ഉൾപ്പെടുന്ന സസ്യജാലങ്ങളെ കാണാം. ഇവയെല്ലാം മരുപ്രദേശത്തിന്റെ സവിശേഷതകളായി നമുക്ക് മനസ്സിലാക്കാം. എന്താണ് മരുഭൂമികൾ അല്ലെങ്കിൽ മരുപ്രദേശങ്ങൾ എന്ന് പറയുന്നത്? 25 സെന്റിമീറ്ററിലും താഴെ, കേവലം 25 സെന്റിമീറ്റർ പോലും മഴ ലഭിക്കാത്ത 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം ഉള്ളതല്ല. നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 തരത്തിലുണ്ട്. എന്താണ്? തണുത്തുറഞ്ഞ ശീത മരുഭൂമിയും അതുപോലെ വരണ്ട ഉഷ്ണ മരുഭൂമിയും ഉണ്ട് എന്ന് പഠിച്ചിരുന്നു, ഇല്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ? ഇപ്പൊ ഇതാ, ശീത മരുഭൂമിയുണ്ട്, ഉഷ്ണ മരുഭൂമിയുണ്ട്. ചിത്രത്തിൽ നൽകിയിട്ടുള്ള രണ്ടും തന്നെ മരുഭൂമികളാണ്. ശീത മരുഭൂമിയും അതുപോലെ ഉഷ്ണ മരുഭൂമിയും. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ശീത മരുഭൂമികൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ധ്രുവപ്രദേശങ്ങളിലുണ്ട്, മിതശീതോഷ്ണ പ്രദേശങ്ങളിലുണ്ട്, പർവ്വതങ്ങളിലുണ്ട്, പീഠഭൂമികളിലുണ്ട്. ഇവയുടെ എല്ലാം ഭാഗത്തായി മഞ്ഞു മൂടിക്കിടന്ന് കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന ഇത്തരം പ്രദേശങ്ങളെ നമ്മൾ ശീത മരുഭൂമികൾ എന്ന് വിളിക്കുന്നു. ശീത മരുഭൂമികൾ. ഇനി ഉഷ്ണ മരുഭൂമിയിലേക്ക് വരുമ്പോൾ പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത്. അത് ഒന്നാമത്തെ പോയിന്റ് ആണ്.
രണ്ടാമത് വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. വരണ്ടതാണ്. അതുപോലെ തന്നെ വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവിടെ രാത്രി കാലങ്ങളിൽ താപം വളരെ കുറവായിരിക്കും. രാത്രി താപം വളരെ കുറവായിരിക്കും. അപ്പോൾ എന്താണ് ശീത മരുഭൂമി എന്നും എന്താണ് ഉഷ്ണ മരുഭൂമി എന്നും നമ്മൾ പഠിച്ചു. ഇനി മരുഭൂമിയെ നമ്മൾ ഡെസേർട്ട് എന്നല്ലേ പറയുന്നത്. ഈ ഒരു വാക്ക് എങ്ങനെയാ വന്നതെന്ന് അറിയോ? മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഡെസേർട്ടം എന്ന വാക്കിന്റെ അർത്ഥം ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് കേട്ടോ. ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്ന അർത്ഥം വരുന്ന ഡെസേർട്ടം എന്ന വാക്കിൽ നിന്നാണ് ഈ ഒരു ഡെസേർട്ട് എന്ന പേര് വന്നിട്ടുള്ളത്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, ഇംഗ്ലീഷിൽ ചോദിക്കും. ഡെസേർട്ട് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. DESERT ആണ് ഡെസേർട്ട്, മരുഭൂമി. മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എറെമോളജിയാണ്. മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എറെമോളജി. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മരുഭൂമിയിൽ, ഉഷ്ണ മരുഭൂമിയിൽ പൊതുവെ ദൈനിക താപാന്തരം, ഈ ഒരു ടേം പഠിച്ചു വെക്കണം കേട്ടോ. ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് ഈ ദൈനിക താപാന്തരം എന്ന് വെച്ചാൽ, ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ഡൈയൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതായത് ദൈനിക താപാന്തരം ഈക്വൽ ടു കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. കടലിനോട് ചേർന്ന ഭാഗങ്ങളിൽ ദൈനിക താപാന്തരം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും, വ്യത്യാസം കുറവായിരിക്കുമല്ലോ. എന്നാൽ കടലിൽ നിന്ന് അകലെ പോകുന്തോറും, കടലിൽ നിന്ന് അകന്നു കിടക്കുന്ന പ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലായിരിക്കും. ഇപ്പൊ ആ കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അതാണ്. അപ്പൊ ദൈനിക താപാന്തരം എന്ന് പറഞ്ഞാൽ കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില. ഇനി നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, ഇന്ത്യയിൽ വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമിയുണ്ട്. ഏതാണ്? നമ്മുടെ ഥാർ മരുഭൂമി അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണ മരുഭൂമിയുടെ സവിശേഷതകളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകളാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. കാണാൻ പറ്റുന്നില്ലേ? കിഴക്ക് ആരാവല്ലി നിരകളാണ്. നമുക്കിവിടെ മാപ്പ് താഴെ, നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. നോക്കിക്കേ, ഇതാണ് നമ്മൾ ഥാർ മരുഭൂമിയുടെ ഒരു അതിർത്തി കണ്ടെത്താൻ പാകത്തിന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു മാപ്പ് തന്നിട്ടുണ്ട്. നോക്കിക്കേ, ഥാർ മരുഭൂമി ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? കിഴക്ക് ഭാഗത്തായിട്ട് ഇതാ ഇവിടെ നമുക്ക് ആരവല്ലി നിരകൾ കണ്ടൂടെ? ആരാവല്ലി നിരകൾ നമുക്ക് കിഴക്ക് ഭാഗത്ത് കാണാം. തെക്ക് ഭാഗത്തായി റാൻ ഓഫ് കച്ച് ഉണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് നോക്കുമ്പോൾ ഇതാ സിന്ധു നദീതടം കാണാനായി സാധിക്കുന്നുണ്ട്. നോർത്ത്, വടക്ക് കറക്റ്റ് അല്ല, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. ഇങ്ങനെയല്ലേ വടക്ക്, ഇവിടെയല്ലേ വടക്ക് വരുന്നത്, പക്ഷെ ഇത് ഉള്ളത് ഇങ്ങനെ ഒരു ഭാഗത്തല്ലേ. അപ്പൊ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമുക്ക് സത്ലജ് നദീതടം കാണാനായും സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ലൊക്കേഷൻ കണ്ടല്ലോ. ഇനി ഇതിലേക്ക് തിരിച്ചു വരാം. നോക്കിക്കേ, വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടമാണ്, കിഴക്ക് ആരാവല്ലി നദികളാണ്, തെക്ക് റാൻ ഓഫ് കച്ച് ഉണ്ട്, പടിഞ്ഞാറ് സിന്ധു നദീതടവുമാണ്. അങ്ങനെയാണ് നമ്മുടെ ഥാർ മരുഭൂമിയുടെ അതിർത്തി വരുന്നത്. ഇനി നമ്മൾ മാപ്പ് കണ്ടു. അടുത്തത് അപ്പൊ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യ മൊത്തത്തിൽ എത്രയാണ്? 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. അതിൽ 1/4 ഭാഗത്തോളം, ഏകദേശം 1.75 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള ഥാർ മരുഭൂമിയുടെ ഭാഗത്തിൽ 2/3 ഭാഗവുമുള്ളത് രാജസ്ഥാനിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ബാക്കി ഭാഗം അപ്പോൾ വരുന്നത് ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച നിലയിലാണ്. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും
ധാർ മരുഭൂമിയുടെ തുടർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളാണ് ഇന്ത്യയിലുള്ളത്. ബാക്കിയുള്ളവ പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും കാണാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഥാർ മരുഭൂമിയുടെ സ്ഥാനം വരുന്നത്, എവിടെയാണ് സ്ഥാനം വരുന്നത്, എത്രത്തോളമാണ് വ്യാപ്തി, എവിടെയെല്ലാമാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഈ ഒരു ഥാർ മരുഭൂമി രൂപപ്പെടാനായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. നേരിയ അളവിലുള്ള ഒരു പഠനമൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നടത്തിയിട്ടുണ്ട്. വിശാലമായിട്ട് ഇത് ഇവിടെ പഠിക്കാൻ പോവാണ്. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ തീരെ കുറവാണ്. അതിന്റെ കാരണമാണ് ഇതാ ഇവിടെ പറയുന്നത്. ഇന്ത്യയിൽ മുഖ്യമായും മഴ കണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ മുഖ്യമായിട്ടുമുള്ള മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ രാജസ്ഥാന്റെ ഈ ഒരു ഭാഗത്ത്, രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ, രാജസ്ഥാൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലായിട്ട് മഴ ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. അതിന്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പൊതുവെ മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മഴ, ഇവിടെ നമുക്ക് ആരവല്ലി പർവ്വതനിരകളുണ്ട്. ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് കടന്നു പോകുമ്പോൾ രാജസ്ഥാന്റെ ഉൾപ്രദേശം, ഇവിടെ അല്ലേ രാജസ്ഥാൻ വരുന്നത്, രാജസ്ഥാന്റെ ഉൾപ്രദേശത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ മഴക്കാറ്റുകളിൽ നിന്നുള്ള മഴയൊന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ലഭിക്കാതെ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ലഭിക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് രാജസ്ഥാന് മഴ ലഭിക്കാത്തത്. ഓക്കെ, അറബിക്കടൽ ശാഖ, ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂണിന്റെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നത് കൊണ്ട് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് മഴ ലഭിക്കാതെ പോകുന്നു. പ്രധാനമായും രാജസ്ഥാന്റെ ഏരിയയിൽ മഴ ലഭിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അറബിക്കടൽ ശാഖയെ കുറിച്ചാണ് പറഞ്ഞത്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ. ഇനി ഇതിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയിലേക്ക് വരുമ്പോൾ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ശാഖയുടെ സഞ്ചാരഗതി നോക്കുകയാണെങ്കിൽ, ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടു സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടൽ ശാഖ നോക്കുമ്പോൾ, സഞ്ചാരഗതി നോക്കുമ്പോൾ, ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്കു നിന്ന് പടിഞ്ഞാറോട്ടേക്ക് സഞ്ചരിക്കുന്ന ഈ ഒരു ബംഗാൾ ഉൾക്കടൽ ശാഖയെ ഇതേ ആരവല്ലി തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുകയും അതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശത്ത് മഴ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പൊതുവെ നമുക്ക് പറയുകയാണെങ്കിൽ ആരവല്ലി പർവ്വതനിരയുടെ സാന്നിധ്യം കാരണം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് പൊതുവെ മഴ ലഭിക്കുന്നില്ല, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ ഏരിയയിൽ. എന്നാൽ ഈ ഒരു ആരവല്ലിയുടെ സാന്നിധ്യം മാത്രമാണോ കാരണം? അല്ല കേട്ടോ, മഴ ലഭിക്കാത്തതിന് കാരണം. അതുപോലെ ഈ പ്രദേശത്തെ ഉയർന്ന ബാഷ്പീകരണ, എന്താണ് ബാഷ്പീകരണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഓർക്കണം കേട്ടോ. ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ബാഷ്പീകരണ തോത് കൂടുതലാണ്, വരണ്ട കാറ്റുണ്ട്, ഇതെല്ലാം ചേരുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത കുറയുന്നു. ഇത്തരത്തിൽ ഒരേ പ്രക്രിയ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വർഷങ്ങളോളം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അന്തരീക്ഷ സ്ഥിതി ഇത്തരത്തിൽ തന്നെ തുടർന്ന് ഏതൊരു ഭൂപ്രദേശവും ഊഷര മണലാരണ്യമായിട്ട് മാറും അല്ലെ? അങ്ങനെയാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിനുള്ള സാധ്യതകൾ ഉണ്ടായത്. ഇങ്ങനെയാണ് ഥാർ മരുഭൂമി രൂപപ്പെടുന്നത്.
അപ്പൊ ഥാർ മരുഭൂമി പൊതുവെ രണ്ട് തരത്തിലാണ്. ഭൂമിശാസ്ത്രപരമായി ഥാർ മരുഭൂമി രണ്ട് തരത്തിലായിട്ടാണ് പറയുന്നത്. ഒന്ന് മരുസ്ഥലിയാണ്, രണ്ടാമത് ഇതാ ഇവിടെ പറഞ്ഞ പോലെ രാജസ്ഥാൻ ബാഗർ. മരുസ്ഥലി വരണ്ട സമതലമാണ്, അഥവാ യഥാർത്ഥ മരുഭൂമി മേഖലയെയാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം രണ്ട് തരത്തിലാണല്ലോ വിഭജിക്കുന്നത്. രണ്ടാമത്തേത് രാജസ്ഥാൻ ബാഗർ ആണ്. അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധവരണ്ട സമതലം. അർദ്ധ മരുഭൂമി മേഖലയാണ് അഥവാ അർദ്ധവരണ്ട സമതലമാണ് ഇത്. മരുസ്ഥലി എന്ന് പറയുമ്പോൾ യഥാർത്ഥ മരുഭൂമി മേഖലയാണ്. അപ്പൊ ഇങ്ങനെയാണ് രണ്ടായിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് മരുസ്ഥലി, രണ്ടാമത്തേത് രാജസ്ഥാൻ ബാഗർ. അപ്പൊ ഇനി ഇവയെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്താണ് മരുസ്ഥലി എന്ന് ചോദിച്ചാൽ, ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരിപ്പുകളാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ്, നമ്മൾ ശിലകളൊക്കെ പഠിക്കുന്നതാണ്. ശിലകളിൽ നമുക്ക് കായാന്തര ശിലകൾ, അതുപോലെ തന്നെ ആഗ്നേയ ശിലകൾ, അവസാദ ശിലകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. PYQ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മളോട് ധാരാളം ശിലകൾ എങ്ങനെ മാറും, ശിലകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശിലകൾ കായാന്തരിക ശിലയായി മാറുമ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന രീതിയിലൊക്കെ PYQ ധാരാളം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കണം. ഓക്കെ, അപ്പോൾ ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് ഇവയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കത് ആദ്യം നോക്കാം. ഗ്രാനൈറ്റ് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന പരൽ രൂപ ശില്പങ്ങളാണ് ഗ്രാനൈറ്റ് ശിലകൾ. ഇവ ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന പരൽ രൂപത്തിലുള്ള ശിലകളെയാണ് നമ്മൾ ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. ഇനി നൈസിലേക്ക് വരുമ്പോൾ ഈ ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളെ നമ്മൾ നൈസ് എന്ന് പറയുന്നു. ഗ്രാനൈറ്റ് ശിലകൾ രൂപം കൊള്ളുന്നത് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ മാഗ്മ തണുത്തുറഞ്ഞാണ്. ഈ ഗ്രാനൈറ്റ് ശിലകൾക്ക് ഉയർന്ന താപവും മർദ്ദവും ഒക്കെ ലഭിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ നൈസ് എന്ന് പറയുന്നത്. ഷിസ്റ്റിലേക്ക് വരുമ്പോൾ മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, ഉയർന്ന താപം, മർദ്ദ മാറ്റങ്ങൾ, അതിനെയാണ് നമ്മൾ കായാന്തരീകരണം എന്ന് പറയുന്നത്. മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചു രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ. കായാന്തരീകരണം എന്നാൽ ഉയർന്ന താപം, മർദ്ദം എന്നിവ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. മാറ്റം സംഭവിച്ചുണ്ടാകുന്നവയാണ് കായാന്തരിക ശിലകൾ എന്ന് പറയുന്നത്. മുഖ്യമായും അവസാദ ശിലകൾക്ക് മാറ്റം സംഭവിച്ചു രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ. അപ്പോൾ എന്താണ് ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായിട്ടുള്ള ഇവയെല്ലാം ചേർന്നിട്ടുണ്ടാവും, ഇവയെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായിട്ടുള്ള മണൽ പരപ്പുകളാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. മരുസ്ഥലി ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കു ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ നിറഞ്ഞ ഭാഗത്തെ പടിഞ്ഞാറു ഭാഗത്തെ സവിശേഷതയായിട്ടാണ് കണക്കാക്കുന്നത്. നിരന്തരം സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കുന്ന മണൽക്കൂനുകൾക്ക് കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച്, കാറ്റിന്റെ വേഗത്തിനനുസരിച്ചൊക്കെ സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. ഇത്തരത്തിൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറു ഭാഗത്തെ സവിശേഷതയായിട്ടാണ് കണക്കാക്കുന്നത്. ഇവയുടെ പേര് ദ്രിയാൻ എന്നാണ്. ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ദ്രിയാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ്രിയാൻ. ഓക്കെ, അപ്പൊ നമ്മൾ മരുസ്ഥലി എന്താണെന്ന് കണ്ടു. രണ്ടാമത്തെ വിഭാഗമാണ് രാജസ്ഥാൻ ബാഗർ എന്നത്. രാജസ്ഥാൻ ബാഗർ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആരവല്ലി പർവ്വത നിര വരെ വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗമാണ് ഇത്. ഈ രാജസ്ഥാൻ ബാഗർ അഥവാ ഒരു വരണ്ട അർദ്ധ സമതലം.
രാജസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ വർഗീകരണമാണ് ഇവിടെ മാപ്പിൽ തന്നിട്ടുള്ളത്. ഇതിൻ പ്രകാരം ഇവിടെ ആയിട്ടാണ് ഏകദേശം ആരവല്ലി മേഖല വരുന്നത്. ആരവല്ലി മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന അർദ്ധ വരണ്ട മേഖലയാണ് ഈ പറയുന്ന രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. ഹ്രസ്വ നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉദ്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഹ്രസ്വ നീരൊഴുക്കാണ്, അധികം സാധാരണ നദികളെ പോലെ അധികം നീരൊഴുക്കൊന്നുമില്ല. ഹ്രസ്വ നീരൊഴുക്കുള്ള അനവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശത്തിലൂടെ രാജസ്ഥാൻ ഭാഗറിലൂടെ ഒഴുകുന്നുണ്ട്. ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നുണ്ട്. രാജസ്ഥാൻ ബാഗർ പ്രദേശങ്ങളിൽ ചില ഹ്രസ്വ നീരൊഴുക്കുള്ള അരുവികളുണ്ട്. രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടമായ തുരുത്തുകളിൽ, രാജസ്ഥാൻ ബാഗറിലെ തുരുത്തുകൾ, രോഹി എന്നറിയപ്പെടുന്ന തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നത് ഈ നദികളാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലേക്ക് ഒഴുകി എത്തുന്ന, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയാണ് ലൂണി. ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ളതാണ്. ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പ് താലി എന്നാണ് അറിയപ്പെടുന്നത്. ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽ പരപ്പിനെ താലി എന്ന പേരിലാണ് പറയുന്നത്. ഇത് കണ്ടോ, ലൂണി നദീതീരത്തെ കൃഷിയിടമാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. മരുഭൂമി സ്ഥലമാണെങ്കിലും ജലലഭ്യതയുണ്ട്, ഹ്രസ്വമായിട്ടാണെങ്കിൽ പോലും കൃഷിയിടമാണ് ഇവിടെ കാണുന്നത് ലൂണി നദിയുടെ തീരത്തെ. ലൂണി നദി എവിടേക്കാണ് ഒഴുകി ചെല്ലുന്നത്? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്കാണ് ഒഴുകി ഈ നദി അപ്രത്യക്ഷമായി പോകുന്നത്. ഈ ലൂണി നദിയുടെ വടക്ക് ഭാഗത്തുള്ള മണൽ പരപ്പിന്റെ പറയപ്പെടുന്ന പേരാണ് താലി എന്നത്. താലി. അപ്പൊ ലൂണി നദിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് ലൂണി നദിയുടെ ഒരു പിക്ചർ. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി ഉദ്ഭവിക്കുന്നത്. അജ്മീറിനടുത്താണ് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി ഉദ്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ. മഴക്കാലത്ത് മാത്രമാണ് ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവുന്നത്. വർഷം മുഴുവൻ ജലം ലഭിക്കുന്നവയല്ല, മഴക്കാലത്ത് മാത്രമാണ് ലൂണി നദിയിൽ ജലം ഉണ്ടാവുന്നുള്ളൂ. ലിറി, സുക്രി, ജവായി തുടങ്ങിയവ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ലൂണിയുടെ പോഷക നദികളാണ് ലിറി, സുക്രി, ജവായി എന്നിവ. ഉപ്പു നദി എന്ന അർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. അർത്ഥം ഉപ്പു നദി എന്നാണ്. ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിലാണ് ഒഴുകി തീരുന്നത്. അപ്പൊ ലൂണി നദിയെ കുറിച്ച് കണ്ടു. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാൻ ബാഗറിന്റെ ബാക്കി ഭാഗം നോക്കാം. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് സാംബർ തടാകം. സാംബർ തടാകം ഇത് കണ്ടോ, സാംബർ തടാകത്തിലെ ഉപ്പളമാണ് ഇവിടെ പിക്ചറിൽ തന്നിട്ടുള്ളത്. കണ്ടോ, അപ്പൊ ഈ ഒരു രാജസ്ഥാൻ ബാഗർ പ്രദേശത്തുള്ള ഉപ്പു തടാകങ്ങൾ, ധാരാളം ഉപ്പു തടാകങ്ങളുണ്ട്. അതിലൊന്നാണ് സാംബർ തടാകം. ഈ മേഖലയിൽ ഏറ്റവും വലിയ തടാകമായ സാംബർ തടാകം, ഈ മേഖലയിലെ തന്നെ ഏറ്റവും വലിയ തടാകമായിട്ടുള്ള സാംബർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നുണ്ട്. വരൾച്ചാ കാലത്ത് ഈ തടാകം നല്ല രീതിയിൽ അളവ് കുറഞ്ഞു ചുരുങ്ങുന്നുണ്ട്. മഴക്കാലത്ത് എന്നാൽ ഇവയുടെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു തടാകം സാംബാർ തടാകമാണെന്ന് നമ്മൾ കണ്ടു. മറ്റു തടാകങ്ങളാണ് ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവ. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാനപ്പെട്ട തടാകങ്ങൾ. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നവയാണ്. ഇവിടെയാണ് കൂടുതൽ ഉപ്പുൽപാദിപ്പിക്കുന്ന തടാകങ്ങളുള്ളത്. രാജസ്ഥാൻ ബാഗർ പ്രദേശത്താണ് ഉപ്പുൽപാദിപ്പിക്കുന്ന ധാരാളം തടാകങ്ങളുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് സാംബർ തടാകം. സാംബർ തടാകത്തിന്റെ പൊതുവെയുള്ള ഏകദേശം വിസ്തൃതി എന്ന് പറയുന്നത് ഇതാണ്, 225 ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്നാൽ ഇത് വരൾച്ചാ സമയത്ത് നല്ല രീതിയിൽ ചുരുങ്ങുകയും ചെയ്യുന്നുണ്ട്. മറ്റു തടാകങ്ങളാണ് ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവ.
ഉപ്പു തടാകങ്ങളെ കൂടാതെ ഥാർ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് ഇനി ഇവിടെ പറയുന്നത്. ഇത്തരം ഭൂരൂപങ്ങൾ മരുഭൂമി പ്രദേശങ്ങളിൽ സാധാരണമാണ്. ഈ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ള ഈ പിക്ചറിലുള്ളത്. മരുഭൂമിയിലെ വ്യത്യസ്ത ഭൂരൂപങ്ങൾ. ഒന്ന് അപവഹന ഗർത്തങ്ങൾ, ഗുഹകൾ, അതുപോലെ ഇവിടെ കൂൺശിലകൾ, കൂണിന്റെ ആകൃതിയിലുള്ള ശിലകൾ, മണൽമേടുകൾ, ഇവയെല്ലാം മരുഭൂമിയിലെ സവിശേഷമായിട്ടുള്ള ഭൂരൂപങ്ങളാണ്. ഇവയോരോന്നും എങ്ങനെ രൂപപ്പെടുന്നു എന്നും ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ്രിയാൻ എന്നൊരു പേര് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പൊ കാറ്റിന്റെ ശക്തി കൊണ്ട് ഇവിടെ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ കാറ്റ് വേഗതയനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെയും ശിലാപദാർത്ഥങ്ങളെയും പറത്തിയും ഉരുട്ടിയും നീക്കം ചെയ്യുന്നു. ഇത് കണ്ടോ, കാറ്റ് അടിക്കുന്നതിനനുസരിച്ച് ഇവിടെ മണൽ പറക്കുന്നത് കണ്ടോ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കാറ്റ് വരുന്നു, അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള ശിലാപാളികളും ചെറിയ മണൽ പരപ്പുകളെല്ലാം ഇത്തരത്തിൽ പലതരത്തിലേക്ക് ഇത് തെറിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, നീക്കം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവയുടെ ഭാരത്തിനനുസരിച്ച് ഇവ നീങ്ങി നീങ്ങി ഓരോ സ്ഥലങ്ങളിലെത്തി ഓരോരോ ഭൂരൂപങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്നത് ഉഷ്ണ മരുഭൂമികളിലെ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽക്കാറ്റിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽക്കാറ്റിനെ ഇളക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയെ അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയെ അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്നാണ് പറയുന്നത്. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അവയാണ് അപവഹന ഗർത്തങ്ങൾ. ഇപ്പൊ ഇത്തരത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതാണ് അപവഹന ഗർത്തം. ഇത്തരത്തിൽ ഇവിടുന്ന് മണലിന്റെ തരികൾ മാറ്റം അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെടുമ്പോൾ ഇത്തരത്തിൽ ഒരേ ദിശയിൽ ഒരേ സമയം നീക്കം ചെയ്യപ്പെട്ടാൽ ചെറിയ ഗർത്തങ്ങൾ രൂപപ്പെടുമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് അപവഹനം. ഈ അപവഹനം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന ഗർത്തങ്ങളെ നമ്മൾ അപവഹന ഗർത്തം എന്ന് പറയും. അപവഹനം എന്താണെന്ന് മനസ്സിലായല്ലോ, അപവഹന ഗർത്തങ്ങളും മനസ്സിലായി. അതിന്റെ മറ്റൊരു പേരാണ് ഡിഫ്ലേഷൻ ഹോൾസ് എന്നത്. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് മണൽ കൂനകളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ മണൽ പരപ്പിൽ സംഭവിക്കുന്നതാണ്. ഇനി ഇത് ശിലകളിൽ സംഭവിക്കുകയാണെങ്കിലോ, ശിലകളിൽ ഇത്തരത്തിൽ തുടർച്ചയായി അപവഹന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഗുഹകൾ രൂപപ്പെടുന്നു. ഇതിനുള്ളിലുള്ള ഓരോ തരിവുകളും മാറ്റിയാണ് ഇവിടെ ഗുഹയായിട്ട് ഫോം ചെയ്ത് വരുന്നത്. ഇത്തരത്തിൽ തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയിലൂടെ ഫലമായിട്ട് ക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടുന്നുണ്ട്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽ തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിലനിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. അപ്പൊ നമ്മളിവിടെ രണ്ട് ഭൂരൂപങ്ങൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് അപവഹന ഗർത്തങ്ങൾ രൂപം കൊള്ളുന്നത് എന്നും അതുപോലെ ഗുഹകൾ എങ്ങനെ രൂപം കൊള്ളുന്നു എന്നും പഠിച്ചു. ഇനി നമുക്ക് കൂൺശിലകളും മണൽമേടുകളും എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാം. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനമുണ്ടാകുന്ന അപരദന പ്രക്രിയയെ അപഘർഷണം എന്നാണ് പറയുന്നത്. ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള മണലുകളും മണൽത്തരികളും ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിലെ കാറ്റിനടിസ്ഥാനമായി വീശി ശിലകളിൽ ഉരസി ഇത്തരത്തിൽ തേയ്മാനം ഉണ്ടാക്കുന്നതിനെ ആ ഒരു പ്രക്രിയയെ നമ്മൾ അപഘർഷണം അബ്രാഷൻ എന്നാണ് വിളിക്കുന്നത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താനായിട്ട് കഴിയൂ. കട്ടി
കൂടിയവയെ ഇത്തരത്തിൽ ഉരുട്ടി കൊണ്ടുപോകാനും ഇത് കട്ടി കുറഞ്ഞതിനനുസരിച്ച് അവയുടെ ഉയരം കൂടുന്നത് നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാനായി സാധിക്കും. അത്തരത്തിൽ കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ ഉയർത്താൻ കഴിയൂ. അതിനാൽ മരുഭൂമികളിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ രൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെയാണ് കൂൺ ശിലകൾ എന്ന് പറയുന്നത്. കൂൺ ശിലകൾ കണ്ടോ, ഉയരത്തിനനുസരിച്ച് ഉയരം കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഭൂരൂപം രൂപപ്പെട്ട് വരുന്നത്. ഇവിടെ കൂടുതൽ കാർവ് ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, എന്നാൽ മുകളിലേക്ക് പോകുമ്പോൾ അത്രയും കാർവ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല. അതാണ് നമ്മളിത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരത്തിൽ മാത്രമേ കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഇത്തരത്തിലുള്ള അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെയാണ് കൂടിയ ഭാഗങ്ങൾ അപഘർഷണ തീവ്രത കൂടുതലായിട്ട് ഈ ഭാഗങ്ങൾ വരുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെയാണ് കൂൺ രൂപത്തിലുള്ള ശിലകൾ രൂപപ്പെട്ട് വരുന്നത്, കൂൺ രൂപത്തിലുള്ള ഭൂരൂപങ്ങൾ രൂപപ്പെട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നത്. ഇവയൊന്നും തന്നെ പെട്ടെന്ന് ഉണ്ടാവുന്നവയല്ല. കാലാകാലങ്ങളായി കാറ്റും മണൽത്തരികളും ഒക്കെ പ്രവർത്തിച്ചാണ് ഇവ ഓരോന്നും തന്നെ ഉണ്ടാവുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായിട്ട് വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കുകയും ചെയ്യും. ഇവയെല്ലാം സ്ഥിരമായിട്ട് ഇതുപോലെ നിൽക്കുമെന്നല്ല പറയുന്നത്. ഇത്തരത്തിൽ രൂപപ്പെടുന്നു, പിന്നീട് കാലാന്തരത്തിൽ ഇവയ്ക്ക് മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ 4 ഭൂരൂപങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി മണൽമേടുകൾ പഠിക്കാനുണ്ട് അല്ലേ? ഓക്കെ, മണൽമേടുകൾ പറയാം. അത് പറയുന്നതിന് മുൻപ് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം ഈ മണൽ എടുത്തോണ്ട് പോവുകയാണ് അല്ലെ. ഇവിടുന്ന് മണൽ എടുത്തോണ്ട് പോകുമ്പോഴാണ്, അപവാഹന പ്രക്രിയയിലൂടെ മണൽ കൊണ്ടുപോകുമ്പോഴാണ് അപവാഹന ഗർത്തങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ ഗുഹകളിൽ നിന്ന് ഗുഹയ്ക്കുള്ളിലെ പദാർത്ഥങ്ങൾ, ശിലാപദാർത്ഥങ്ങൾ, പൊടിപടലങ്ങൾ ഇവ നീക്കം ചെയ്യുമ്പോഴാണ് ഗുഹ ഉണ്ടാവുന്നത്. കൂൺശിലയിൽ നമ്മൾ എന്താ പറഞ്ഞത്, കാർവ് ചെയ്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് പാർട്ടിക്കിൾസ് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. എന്നാൽ മണൽമേട് പോലെയുള്ള ഭൂരൂപങ്ങളിൽ നിക്ഷേപണമാണ് നടക്കുന്നത്. ഈ 3 ഇടങ്ങളിലും സംഭവിക്കുന്നത് എടുത്തുകൊണ്ട് പോകലാണ്. എന്നാൽ ഇവിടെ വരുമ്പോൾ, മണൽമേടുകളിലേക്ക് വരുമ്പോൾ നിക്ഷേപണങ്ങളാണ് സംഭവിക്കുന്നത്. അങ്ങനെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ഏതൊക്കെ രൂപങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ കാറ്റ് അതിൻ്റെ വേഗത്തിനനുസരിച്ച് മണൽത്തരികളെ നീക്കം ചെയ്യുന്നു എന്ന് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോൾ, അല്ലെങ്കിൽ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോൾ താഴേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ കാറ്റിന്റെ വേഗതയ്ക്ക് അനുസരിച്ച് പോകുന്നു. ഇവിടെ എത്തുമ്പോൾ എന്തെങ്കിലും കാറ്റിന് തടസ്സമുണ്ടായാൽ ഇവ നേരെ താഴേക്ക് പതിക്കുകയാണ് ചെയ്യുക. ഇവ കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ചാണ് നീങ്ങുന്നത്. അപ്പൊ ഇത്തരത്തിൽ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ അല്ലെങ്കിൽ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സം സംഭവിക്കുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ട് മാറുന്നുണ്ട്. മണൽത്തരികൾ പല ആകൃതിയിലുള്ള കുന്നുകൂടി വലിപ്പമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ട് മാറുന്നു. ഇവയെയാണ് മണൽമേടുകൾ, സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. സാൻഡ് ഡ്യൂൺസ്, ഇതാണ് സാൻഡ് ഡ്യൂൺസ്. ഇങ്ങനെ കാറ്റിന്റെ വേഗത്തിനനുസരിച്ച് ശിലാതരികൾ അല്ലെങ്കിൽ മണൽത്തരികൾ അതിവേഗം സഞ്ചരിക്കുന്ന സമയത്ത് കാറ്റിന്റെ ദിശയ്ക്കോ കാറ്റിന്റെ വേഗതയ്ക്കോ കാറ്റിന്റെ സഞ്ചാരപഥത്തിനോ മാറ്റം സംഭവിക്കുമ്പോൾ മണൽത്തരികൾ അഥവാ ശിലാതരികൾ അവിടെ തന്നെ വീഴുകയും കുന്നുകൂടി പല ആകൃതിയിലുള്ള അല്ലെങ്കിൽ പല വലിപ്പത്തിലുള്ള ഭൂരൂപങ്ങൾ, നിക്ഷേപണ ഭൂരൂപങ്ങൾ രൂപം കൊള്ളുകയും ഇവയെ, ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങളെ നമ്മൾ മണൽമേടുകൾ അഥവാ സാൻഡ് ഡ്യൂൺസ് എന്ന് വിളിക്കുന്നു. അത്തരത്തിലാണ് മണൽമേടുകൾ രൂപം കൊള്ളുന്നത്. പല ആകൃതിയിലുള്ള പല ആകൃതിയിലുള്ള മണൽ രൂപങ്ങൾ, ഭൂരൂപങ്ങൾ, നിക്ഷേപണ ഭൂരൂപങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂനകളാണ് ഇവ. അയഞ്ഞ തരത്തിലുള്ള ഭംഗിയായിട്ട് മനോഹരമായിട്ട് ഇരിക്കുന്നുണ്ട്. അയഞ്ഞ രൂപത്തിലുള്ള മണൽ കുന്നുകളാണ് അവ.
അത്തരത്തിൽ ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന തരത്തിലുള്ള ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ മണൽമേടുകളാണ് ഇവിടെ തന്നിട്ടുള്ള വിവിധ തരം മണൽമേടുകൾ. പേരുകൾ നമുക്ക് പറഞ്ഞു പോവാം. ബർക്കൻസ് കണ്ടോ, ചന്ദ്രക്കല ആകൃതിയിൽ വന്നിട്ടുള്ള ഒരു മണൽമേടിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിനെ ബർക്കൻസ് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്നത് പാരാബോളിക് മണൽമേടുകളാണ്. പാരാബോള ഷേപ്പിലാണ് വരുന്നത് മണൽമേടുകൾ. പിന്നീട് സീഫുകൾ, ഇത്തരത്തിൽ ഈ ഒരു രൂപത്തിൽ വരുന്നവയെ നമ്മൾ സീസുകൾ എന്നാണ് പറയുന്നത്. സീസുകൾ. അനുദൈർഘ്യ മണൽമേടുകൾ, ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ളതാണ് അനുദൈർഘ്യ മണൽമേടുകൾ. രേഖീയ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ. വിലങ്ങൻ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ. ഇത്തരത്തിൽ ഇതൊക്കെയാണ് വിവിധ തരം മണൽമേടുകൾ. നമ്മുടെ ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന മണൽമേടുകളുടെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവയ്ക്ക് കാറ്റിന്റെ ദിശ, വേഗത എന്നിവയൊക്കെ അനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റവും സംഭവിക്കാറുണ്ട്. ഇവ എവിടെയാണ് ഉണ്ടാവുന്നത് അവിടെ തന്നെ നിൽക്കുകയല്ല, കാറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇവ മാറുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു അനുഭവക്കുറിപ്പ്, ഫസ്റ്റ് നമ്മൾ അനുഭവക്കുറിപ്പ് വായിച്ചില്ലേ, അതിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നേരെ കൺമുന്നിലുണ്ടായിരുന്ന മണ്ണുമല അവിടെ കാണാനില്ല, പകരം ഓടിയിടത്ത് വലിയൊരു മണൽമല കണ്ടിരിക്കുന്നു എന്നത് നമ്മൾ ആ മൂവിയിലൊക്കെ കണ്ടതാണ് അല്ലെ. അപ്പൊ അത്തരത്തില് മണൽക്കൂനകൾക്ക് കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്ക് അനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റവും സംഭവിക്കാറുണ്ട്. ഇതിലാകെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിക്ഷേപണ ഭൂരൂപങ്ങൾ വ്യത്യാസമുണ്ട്. മണൽമേടുകൾ പ്രധാനമായി നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. അവയിലാണ് ബർക്കൻസ്, പാരാബോളിക് മേടുകൾ, സീഫുകൾ. സീഫുകൾ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് എന്ന് പേര് കേട്ടാൽ നമുക്ക് മനസ്സിലാവണം. ഓക്കെ. അനുദൈർഘ്യ മണൽമേടുകൾ, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ, ഇവയിലെല്ലാം മണൽമേടുകൾ എന്ന ആഡ് ഓൺ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. എന്നാൽ സീഫുകൾ, ബർക്കൻസ്, ബർക്കൻസ് പിന്നെ നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും അല്ലെ. സീഫുകൾ, ബർക്കൻസ് എന്നിവ നമ്മുടെ മരുഭൂമിയിലെ നിക്ഷേപണ ഭൂരൂപങ്ങളാണ്, നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ ഈ പേരുകൾ, അപവഹന ഗർത്തം എങ്ങനെ രൂപം കൊള്ളുന്നു, ഗുഹകൾ എങ്ങനെ രൂപം കൊള്ളുന്നു, കൂൺശിലകൾ എങ്ങനെ രൂപം കൊള്ളുന്നു, ഇവയെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് മരുഭൂമി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വരണ്ട പരന്ന മണലാരണ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ ലൂണിയുടെ തീരത്ത് കുറച്ച് കൃഷിയിടങ്ങളൊക്കെ, അത്തരത്തിൽ കൃഷിയിടങ്ങൾ കാണാറുണ്ട്. അതുപോലെ ചില ഭാഗങ്ങൾ, മരുഭൂമിയുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂയിഷ്ടമായ കൃഷിയിടങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അവയെ നമ്മൾ മരുപ്പച്ചകൾ എന്നൊക്കെയാണ് പറയുന്നത്. മരുപ്പച്ച, ഇതാണ് ഇവിടെ തന്നിട്ടുള്ളത്. മരുപ്പച്ച എന്താണ്? മരുപ്പച്ചകൾ മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെയാണ് മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ, ശുദ്ധജല സ്രോതസ്സിലൂടെയാണ് ഇവ രൂപപ്പെടുന്നത്. അത്തരത്തിൽ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശത്തെ മരുപ്പച്ചകൾ എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രകൃതിദത്ത നീരുറവകളിലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭജല സ്രോതസ്സുകളിലോ ആണ് മരുപ്പച്ചകൾ രൂപം കൊള്ളുന്നത്. പ്രകൃതിദത്ത നീരുറവകളിലായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭ ജല സ്രോതസ്സുകളിലായിരിക്കും. എന്തായാലും ശുദ്ധജലത്തിലാണ്, ശുദ്ധജല സ്രോതസ്സുകളിലൂടെ രൂപപ്പെടുന്ന ഫലഭൂയിഷ്ടങ്ങളായിട്ടുള്ള പ്രദേശം നമ്മൾ മരുപ്പച്ചകൾ എന്ന് പറയുന്നു. ഇവ ഓരോന്നും വലിപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നവയാണ്. പരുത്തി, നാരക ഇനത്തിലുള്ള സസ്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ഗോതമ്പ്, ചോളം എന്നിവ സാധാരണയായി മരുപ്പച്ചകളിലും കൃഷി ചെയ്ത് കാണാറുണ്ട്. അപ്പൊ ഇതാണ് മരുപ്പച്ചകൾ എന്ന് പറയുന്നത്. ഇനി കാലാവസ്ഥയിലേക്കാണ് കടക്കുന്നത്. കാലാവസ്ഥ നോക്കുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെ കുറച്ച് പത്രവാർത്തകൾ അല്ലെങ്കിൽ പത്രത്തലക്കെട്ടുകൾ തന്നിട്ടുണ്ട്. വേനൽ കനത്തു, രാജസ്ഥാൻ മരുഭൂമിയിൽ ഉഷ്ണക്കാറ്റിന് ശക്തിയേറി, കുടിവെള്ളത്തിന് കടുത്ത ക്ഷാമം. ജൂണിലാണ്, ജൂൺ 4. ധാർ മരുഭൂമിയിൽ പൊടിക്കാറ്റ് വ്യാപകം, ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. രാജസ്ഥാനില് മെയ് 28, ഇത് മെയ്യിലെയാണ്. ഇനി ജനുവരി 10 ഒരു ഹെഡിങ് നോക്കുമ്പോൾ രാജസ്ഥാനിലെ ഫലോദി 5.6 ഡിഗ്രി സെൽഷ്യസിൽ മരവിച്ചു. കണ്ടോ, ഇത്തരത്തിലാണ് ഇവിടെ കാലാവസ്ഥ വ്യത്യാസം വരുന്നത്. ഈ ഹെഡിങ്ങിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വേനൽക്കാലത്ത് കടുത്ത വരൾച്ചയും ജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നീട് നമുക്ക് പറയാം ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. ശൈത്യകാലത്താണെങ്കിൽ വളരെയധികം താപനില കുറഞ്ഞ് മരവിച്ച അവസ്ഥയിലേക്ക് വരെ എത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട് എന്ന് മനസ്സിലായി.
മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നുണ്ട്. മാർച്ച് മാസത്തോടെ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. വേനൽക്കാലം ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ കൂടിയ ദൈനിക താപനില, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈനിക താപനില എന്താണ് എന്നത്. കൂടിയ ദൈനിക താപനില 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു കാണാറുണ്ട്. മാർച്ച് മാസത്തോടെ ഥാർ മരുഭൂമിയിലെ വേനൽക്കാലം ആരംഭിക്കുന്നുണ്ട്. ഇത് ഥാർ മരുഭൂമിയിലെ വേനൽക്കാലത്ത് നിന്നുള്ള ഉഷ്ണകാലത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ്. ഉഷ്ണകാലത്ത് ചുട്ടുപൊള്ളുന്ന തരത്തിലും വരണ്ടതുമായിട്ടുള്ള കാലാവസ്ഥയായിരിക്കും. പടിഞ്ഞാറൻ രാജസ്ഥാനിലുള്ള ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ദൈനിക താപനില എന്ന് പറയുന്നത് തന്നെ 40 ഡിഗ്രി മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നാണ് ഇരിക്കുന്നത്. ഈ കാലയളവിലാണ് അന്തരീക്ഷ ആർദ്രത തീരെ കുറവായിട്ടുള്ളത്. അന്തരീക്ഷ ആർദ്രത തീരെ കുറവായിരിക്കും. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും വേനലിന്റെ പ്രത്യേകതകളാണ്. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും രാജസ്ഥാനിലെ ഈ ഒരു വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പം മാർച്ച് മുതൽ ജൂൺ വരെയാണ് വേനൽക്കാലത്തിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് വേനൽക്കാലം വരുന്നത്? ചുട്ടുപഴുത്ത കാലമായിരിക്കും. ചുട്ടുപൊള്ളുന്നതും വരണ്ടതുമായിട്ടുള്ള കാലമായിരിക്കും. ദൈനിക താപം എന്ന് പറയുന്നത് 40 മുതൽ 45 ഡിഗ്രി വരെ കൂടുതലായിരിക്കും. അന്തരീക്ഷ ആർദ്രത വളരെ കുറവായിരിക്കും. ലൂ എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും ഇവിടുത്തെ പ്രത്യേകതയായിട്ടാണ് പറയുന്നത്. ജൂൺ ആകുമ്പോഴത്തേക്കും വേനൽക്കാലം അവസാനിക്കും. ഇനി ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ഥാർ മരുഭൂമിയിലെ മഴക്കാലം വരുന്നത്. വേനൽക്കാലം കഴിഞ്ഞു. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഥാർ മരുഭൂമിയിലെ മഴക്കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ മഴ ഉണ്ടാക്കുന്നു എങ്കിലും വളരെ കുറവാണ്. താരതമ്യേന വളരെ കുറവായിട്ടുള്ള വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ആരവല്ലി നിരകളുടെ കിഴക്ക് ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പടിഞ്ഞാറ് ഥാർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴ 25 സെന്റിമീറ്ററിലും കുറവാണ്. ആരവല്ലി പർവ്വതനിരകളുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഏകദേശം 76.2 സെന്റിമീറ്റർ മഴ വാർഷിക വർഷപാതമായിട്ട് ലഭിക്കുന്നുണ്ട്. എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ മഴ വളരെ കുറവാണ്. 25 സെന്റിമീറ്ററിലും കുറവാണ്. അടുത്ത മാസങ്ങളിലേക്ക് കടക്കുമ്പോൾ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലമായിട്ടുള്ള ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നുണ്ട്. മഴക്കാലം എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ആണ്. ഒക്ടോബർ നവംബർ മാസങ്ങളിലേക്ക് വരുമ്പോൾ രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ മഴ തീരെ ലഭിക്കുന്നില്ല. മഴക്കാലങ്ങളിൽ പോലും ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് 25 സെന്റിമീറ്ററിലും കുറവാണ് മഴ, ആരവല്ലി നിരകളുടെ സാന്നിധ്യം കൊണ്ട്. എന്നാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുമ്പോൾ മഴ കുറയുന്നു എന്ന് പറയുകയാണെങ്കിൽ പോലും ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശത്തും മഴ തീരെ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഡിസംബർ മാസത്തോടെ ഥാർ മരുഭൂമിയിലെ ശൈത്യം ആരംഭിക്കുന്നു. ഡിസംബർ മാസത്തിൽ ശൈത്യം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് ഇവയൊക്കെ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളായി പറയാവുന്നവയാണ്. ജനുവരിയിൽ ഇവിടെ അതിശൈത്യമായിരിക്കും അനുഭവപ്പെടുന്നത്. ജനുവരിയിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. ഡിസംബറിൽ ശൈത്യം ആരംഭിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ജനുവരി ആകുമ്പോഴേക്കും അതിശൈത്യമായിരിക്കും അനുഭവപ്പെടുന്നത്. നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ കണ്ടതുപോലെ മരവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രി താപനില പലപ്പോഴും 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഫെബ്രുവരി മാസത്തോടെ ശൈത്യകാലം അവസാനിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇപ്രകാരമാണ് രാജസ്ഥാനിലെ കാലാവസ്ഥയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇനി മണ്ണിലേക്ക് വരുമ്പോൾ,
ഥാർ മരുഭൂമി മേഖലയിലെ പ്രധാന മണ്ണിന് ഇതിവിടെ തന്നിട്ടുള്ള വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണാണ്. വരണ്ട മണ്ണ് അല്ലെങ്കിൽ മരുഭൂമി മണ്ണാണ് ഥാർ മരുഭൂമി മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണിനം. അപ്പൊ ആ മണ്ണിനത്തെ കുറിച്ച് പഠിക്കാം. മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്. ഥാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിവിശാലമായ മണൽ പരപ്പുകളാണ്. നമ്മൾക്ക് മനസ്സിലായതാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടാറുണ്ട്. മണൽ പരപ്പുകളാണ് കൂടുതലെങ്കിൽ പോലും ഇവിടെ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞിട്ടുള്ള മണ്ണും കാണുന്നുണ്ട്. അതാണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ്. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എന്നാണ് ഈ മണ്ണിനം അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയും ഉള്ളതാണ് മരുഭൂമി മണ്ണ്. പ്രധാനമായിട്ടും ഇവയ്ക്ക് തവിട്ട് നിറമായിരിക്കും, മണലിന്റെ ഘടനയുമായിരിക്കും ഉണ്ടാവുന്നത്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ജലബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഉയർന്ന താപനിലയാണ്, അതുപോലെ വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ബാഷ്പീകരണം എന്താണ് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ബാഷ്പീകരണം വളരെ വേഗത്തിൽ നടക്കുന്നു ഇവിടെ. ഇതിനാൽ ഈ മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ഇവിടെ താപനില കൂടുതലാണ്, വരണ്ട കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ ബാഷ്പീകരണം വേഗത്തിൽ നടക്കുന്നു. അതുകൊണ്ട് എന്താണ്, മണ്ണിൽ ലവണാംശം വളരെ കൂടുതലാണ്. ലവണാംശം വളരെയധികം കൂടുതലാണ്. ഇവിടെ മഴ കുറവായതുകൊണ്ട് മണ്ണിന് ക്ഷാരഗുണമാണ് ഉള്ളത്. മഴ കുറവായതുകൊണ്ട് മണ്ണിന് ക്ഷാരഗുണമാണ് കൂടുതലായി ഉള്ളത്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും യോജിച്ചതല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ പലയിടത്തും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? തവിട്ട് നിറമാണ്, മണൽ ഘടനയാണ്, അതിനെയാണ് നമ്മൾ മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ വരണ്ട മണ്ണ് എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇവയ്ക്ക് വരണ്ട കാലാവസ്ഥയാണ്, താപനില വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ബാഷ്പീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ആയതിനാൽ ഈ മണ്ണിൽ ലവണാംശം കൂടുതലാണ്. ഇവിടെ മഴ കുറവാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് എന്താണ്, മണ്ണിന് ക്ഷാരഗുണമാണ് ഉള്ളത്. പൊതുവെ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും യോജ്യമായിട്ടുള്ള മണ്ണല്ല. വേണ്ടത്ര നനവ് ലഭിക്കുകയാണെങ്കിൽ ചില വിളകൾ ഇവിടെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ മണ്ണ്. ഇനി ഇവിടുത്തെ സസ്യജാലങ്ങളിലേക്ക് വരുമ്പോൾ, മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾച്ചെടികളെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ധാർ മരുഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട സസ്യവർഗമാണ് കള്ളിമുൾച്ചെടികൾ. മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെ ഇല്ലാത്തതും ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായിട്ടുള്ള സസ്യങ്ങളാണ് കള്ളിമുൾച്ചെടികൾ. ഇവ ഈ ഒരു വരണ്ട പ്രദേശത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അധികം ജലം നഷ്ടപ്പെടാത്ത രീതിയിലുള്ള തരത്തിലുള്ള ഒരു നിർമ്മാണമാണ് ഈ സസ്യത്തിനുള്ളത്. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ധാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ധാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ. വരൾച്ചയെ പ്രതിരോധിക്കുന്ന അറബിക് അക്കേഷ്യ, യുഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. അറബിക് അക്കേഷ്യ, യുഫോർബിയ തുടങ്ങിയ സസ്യങ്ങൾ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ, രാജസ്ഥാന്റെയും മറ്റും കിഴക്കൻ കുന്നുകളിൽ കണ്ടുവരാറുണ്ട്. ധാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഇവിടെ തന്നിട്ടുള്ളവയാണ് ധാർ മരുഭൂമിയിലെ സസ്യവൈവിധ്യത്തിന് ഉദാഹരണങ്ങൾ. ഇവയൊക്കെയാണ് ഉള്ളത്. ഇവയിൽ പ്രധാനമായിട്ടും എല്ലാം ചെറിയ ചെറിയ ഇലകളായിരിക്കും. ഇവയൊന്നും അധികം ജലം നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ, ആ ചൂടിനെ അതിജീവിക്കത്തക്ക വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വിവിധ ഇനം സസ്യങ്ങളാണ്. ഇനി ജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ, മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഒട്ടകങ്ങളാണ് ഈ പ്രദേശത്തെ ജന്തുജാലങ്ങളിൽ പ്രധാനപ്പെട്ടത്. ധാർ നിരവധി ഇനം പക്ഷികളുടെയും ഉരഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് ഒട്ടകങ്ങളാണ്. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഇവ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടുത്തെ മൃഗങ്ങളാവട്ടെ സസ്യങ്ങളാവട്ടെ എല്ലാം തന്നെ ധാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഇനം ഉരഗങ്ങൾ, തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ
ഥാർ മരുഭൂമിയിലെ ജീവികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും ഇവിടെ കാണപ്പെടുന്നുണ്ട്. വിവിധ ഇനം സസ്യജന്തു ജീവികളാണ് ഇവിടെ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു. അതില് പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ഉരകങ്ങളുണ്ട്, തേളുകളുണ്ട്, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരമാൻ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് ഇവയൊക്കെ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേഗത്തിൽ അപ്രത്യക്ഷമാകുന്ന തരത്തിലുള്ള ജീവികളും ഇവിടെയുണ്ട്. ഉദാഹരണം ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച തുടങ്ങിയവയൊക്കെ ഈ ഒരു ഥാർ മരുഭൂമി പ്രദേശത്തുണ്ട്. ഇതൊക്കെയാണ് ഥാർ മരുഭൂമി പ്രദേശങ്ങളിലെ ജന്തു വൈവിധ്യം. ഇവിടെ കാണിച്ചത്തക്ക വിധത്തിലുള്ള എല്ലാതരം മൃഗങ്ങളും ഥാർ മരുഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. ഇനി അവിടുത്തെ ജനജീവിതത്തിലേക്ക് വരുമ്പോൾ, മണൽ പരപ്പിലെ ജനജീവിതം. ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഥാർ മരുഭൂമി. ഥാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. നമുക്കറിയാം എത്രത്തോളം വരണ്ടതാണ്, എത്രത്തോളം ജല ദൗർലഭ്യമുണ്ട്. അത്തരത്തിൽ ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല മിക്കവാറും പ്രദേശങ്ങളിൽ ഉള്ളത്. അപ്പൊ ഈ ഥാർ മരുഭൂമി പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ ശുഷ്കമായിട്ടുള്ള ഒരു ജനസംഖ്യ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ ജനജീവിതം വളരെ ദുഷ്കരവുമാണ്. അപ്പൊ ഭൂമിശാസ്ത്രപരമായിട്ട് ജീവിക്കാൻ സാധ്യമാകുന്ന ചില ഭാഗങ്ങളിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. വരൾച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായിട്ട് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു നാടുകളിലേക്ക് മാറി താമസിക്കാറുമുണ്ട്. അവിടെ അല്ലെങ്കിൽ തന്നെ വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻ കേസ് അവിടെ ഒരു വരൾച്ച കൂടി അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ, അങ്ങനത്തെ മാസങ്ങൾ ഉണ്ടാവുമല്ലോ, വരൾച്ച കഠിനമാകുന്ന സമയങ്ങളിൽ ഇവ നാടോടികളായിട്ട് അനുകൂല സാഹചര്യങ്ങൾ, ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. മരുഭൂമി ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ച് മണൽ പരപ്പുകളിൽ ജനജീവിതം സാധ്യമാക്കുന്ന രീതികളാണ് ഇവിടെ പറയുന്നത്. പ്രധാനമായും കൃഷി. രാജസ്ഥാനിലെ കൃഷിയാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഗോതമ്പ്, ജോവർ, ബജ്ര, ചോളം തുടങ്ങിയ ഇനം കൃഷി രീതികളും അതുപോലെ പരുത്തി പോലുള്ള കൃഷി രീതികളും രാജസ്ഥാനിൽ കണ്ടുവരാറുണ്ട്. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമല്ല പൊതുവെ ഉള്ളത്. വളർച്ചയ്ക്ക് ജലം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള ജലസേചനം നടക്കുകയാണെങ്കിൽ ചില തരത്തിലുള്ള സസ്യങ്ങൾ അല്ലെങ്കിൽ വിളകൾ നമുക്ക് അവിടെ കൃഷി ചെയ്തെടുക്കാനായി സാധിക്കും. വളർച്ചയ്ക്ക് ജലം വളരെ മിതമായ അളവിൽ മാത്രം ആവശ്യമായ വിളകളാണ് ഇവിടെ കൂടുതലായും കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പോലും പല വിളകളും ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗങ്ങൾ, നിലക്കടല, പരുത്തി എന്നിവയാണ് പ്രധാനപ്പെട്ട കാർഷിക വിളകൾ. ഇവിടെ ജലം കൊണ്ടെത്തിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടും കണക്കിലെടുത്തുകൊണ്ട് വളർച്ചയ്ക്ക് ജലം വളരെ മിതമായിട്ടുള്ള അളവിൽ ആവശ്യമായുള്ള വിളകളാണ് കൂടുതലും പൊതുവെ കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെ വാണിജ്യാടിസ്ഥാനത്തിലും ഥാർ മരുഭൂമിയിൽ കൃഷി ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ ബജ്ര പറയാറുണ്ട്. ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിനവർഗങ്ങൾ, നിലക്കടല, പരുത്തി ഇവയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കാർഷിക വിളകളാണ്. ജലസേചനത്തിന് ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിൽ പ്രധാന ജലസേചന പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്നത്. ഇവിടെ ജലസേചനം വളരെ കുറച്ച് ജലം ആവശ്യമായ കൃഷി മാത്രമല്ല, വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ജലസേചനം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണിത്. അതിനായി സഹായകരമായ ഒരു പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി കനാൽ പദ്ധതി എന്നത്. ഇതാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയിൽ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്നതാണ്. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തിട്ടുള്ളത്. പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ, പഞ്ചാബിലാണ് ഹരിക്കെ ബാരേജ്, പഞ്ചാബിലെ ഹരിക്കെ ബാരേജിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീഗംഗാനഗർ, ബിക്കാനീർ,
ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. പഞ്ചാബിലെ ഹരിക്ക ബാരേജിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഈ ഒരു കനാൽ, ഇന്ദിരാഗാന്ധി കനാൽ, ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമർ എന്നിവിടങ്ങളിൽ ജലം വിതരണം ചെയ്യുന്നു. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുകയും ചെയ്യുന്നു. പടിഞ്ഞാറൻ രാജസ്ഥാനിൽ ഒട്ടും ജലലഭ്യതയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നതും ഇന്ദിരാഗാന്ധി കനാലാണ്. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റ പുല്ല് ലഭ്യത സംസ്ഥാനത്തെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടാവുകയും ചെയ്തു. അപ്പൊ ഇത്രയെല്ലാം വഴികളിലൂടെയാണ് ഇന്ദിരാഗാന്ധി കനാൽ ഏറെ പ്രയോജനകരമായി മാറുന്നത്. ഇനി ഇവിടുത്തെ മൃഗപരിപാലനത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പറഞ്ഞു, തീറ്റ പുല്ല് ലഭ്യത സംസ്ഥാനത്തെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടാവുകയാണ് ചെയ്തത്. അപ്പൊ എന്തൊക്കെയാണ് മൃഗപരിപാലനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതാവാം, അർദ്ധ വരണ്ടതാവാം ആയിട്ടുള്ള കൃഷി വളരെ കുറച്ചു മാത്രമായി ഇടങ്ങളിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ വളരെ കൂടുതലാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണെന്ന് കണക്കാക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% രാജസ്ഥാനിലാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം ഇവയൊക്കെയാണ് വളർത്തുന്ന മൃഗങ്ങൾ. ഥാർ മരുഭൂമിയിലെ മൃഗ പരിപാലനത്തിന്റെ ഒരു പിക്ചറാണിത്. ഇവിടെ വരണ്ടതോ അർദ്ധ വരണ്ടതോ ആയിട്ടുള്ള പ്രദേശങ്ങളായതുകൊണ്ട് കൃഷിക്കുള്ള സാധ്യത അത്രത്തോളമേ ഉള്ളൂ. അതുകൊണ്ടാണ് മിക്കവാറും മനുഷ്യരവിടെ മൃഗപരിപാലനത്തിലേക്ക് തിരിയുന്നത്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി വളർത്തലിലെ 10% രാജസ്ഥാനിലാണ്. ആട്, എരുമ, ചെമ്മരിയാട്, പശു, ഒട്ടകം എന്നിവയൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അടുത്തൊരു വരുമാന മേഖല എന്ന് പറയുന്നത് ഖനനമാണ്. രാജസ്ഥാൻ മാർബിൾസിന്റെ ഒക്കെ പരസ്യം നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും വരുന്നത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ്. ഇതാണ് മാർബിൾ ഖനനത്തിന്റെ ഒരു പിക്ചർ. കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിന്റെ നല്ലൊരു പങ്കും രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നുമാണ് വരുന്നത്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. രാജസ്ഥാനിലാണ് മക്രാന മാർബിൾ. ഇത് ലോക പ്രശസ്തമാണ്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ആണ് ഇവിടെ ഖനനം ചെയ്യുന്നത്. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ചുണ്ണാമ്പുകല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവും ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ധാതുക്കളുടെ ശേഖരമുള്ള ഇടമാണ് ഈ പറയുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശം എന്ന് പറയുന്നത്. മക്രാന മാർബിൾ രാജസ്ഥാനിലാണ്. ധാരാളം അനേകം മെട്രിക് ടണ്ണോളം മാർബിൾ ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ ഇത്രയധികം ധാതുക്കളുടെ ശേഖരവും ഇവിടെ ഈ രാജസ്ഥാനിൽ ഉണ്ട്. നമ്മുടെ ഈ ഒരു ലോകാത്ഭുതമായിട്ടുള്ള താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. ഓക്കെ, അടുത്തത് കരകൗശല വ്യവസായം. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നമാണ്. അവിടുത്തെ ചില മനുഷ്യരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കരകൗശല വ്യവസായമാണ്. ഇപ്പൊ തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായ ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. തുകൽ നിർമ്മിതമായിട്ടുള്ള പരമ്പരാഗത നാടോടി സംഗീത ഉപകരണങ്ങളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇതാണ് അവിടുത്തെ ഒരു കരകൗശല വിപണന കേന്ദ്രം എന്ന് പറയുന്നത്. ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ ഉണ്ടാക്കുന്നു, പൗച്ചുകൾ ഉണ്ടാക്കുന്നു, പാദരക്ഷകൾ ഉണ്ടാക്കുന്നു, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തുകൽ നിർമ്മിതമായിട്ടുള്ള നാടോടി സംഗീത ഉപകരണങ്ങളും പരമ്പരാഗത നാടോടി സംഗീത ഉപകരണങ്ങളും നിർമ്മിച്ച് നൽകുന്നത് അവിടുത്തെ ഒരു രീതിയാണ്, അവിടുത്തെ ഒരു തരം തൊഴിലാണ്. ഇനി ഊർജോൽപാദനത്തിലേക്ക് വരുമ്പോൾ ഇത് ജയ്സാൽമീറിലെ കാറ്റാടിപ്പാടമാണ്. ഊർജോൽപാദനത്തിന് വലിയൊരു സ്രോതസ്സാണ് കാറ്റാടിപ്പാടം. ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്.
വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ധാർ മരുഭൂമിയിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. ധാരാളം കാറ്റ് വീശുന്ന സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്നു. വൈദ്യുതി ഉൽപാദനത്തിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടിപ്പാടങ്ങൾ ധാർ മരുഭൂമിയിൽ പലയിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. സോളാർ പാനലുകൾ ഉപയോഗിച്ചും ധാർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനായി ഡീസലൈനേഷന് വേണ്ടിയിട്ട് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തുന്നു. ഇവിടെ കാറ്റാടിപ്പാടങ്ങൾ വഴിയും അതുപോലെ സോളാർ പാനലുകൾ വഴിയും ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉപ്പ് കലർന്ന ജലത്തെ ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഡീസലൈനേഷന് വേണ്ടിയിട്ട് ഈ ഊർജം കൂടുതലായും പ്രയോജനപ്പെടുത്തി വരാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇവിടുത്തെ വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. റാണക്പൂരിലെ ജൈൻ ക്ഷേത്രമാണിത്. ധാർ മരുഭൂമിയിലെ ഒട്ടക സവാരിയാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത്. ധാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജൈൻ ക്ഷേത്രം, റാണക്പൂർ ജൈൻ ക്ഷേത്രം തുടങ്ങിയവ പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സവാരി നടത്തുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ വിനോദസഞ്ചാരത്തിന് ഉള്ള വലിയൊരു സാധ്യത തുറന്നു കൊടുക്കുന്ന ഇടം കൂടിയാണ് രാജസ്ഥാൻ ധാർ മരുഭൂമി എന്ന് പറയുന്നത്. ഹവാമഹലുണ്ട്, അജ്മീർ ഫോർട്ടുണ്ട്, ദിൽവാര ജൈൻ ക്ഷേത്രം, റാണക് ജൈൻ ക്ഷേത്രം എന്നിവയൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇത്തരത്തിൽ വിനോദസഞ്ചാരം കൂടുന്ന സമയത്ത് വരുമാനം വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ധാർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ അതിജീവനം ഒരുപോലെ തന്നെയാണ് ദുസ്സഹമാക്കുന്നത്. താപനില വേനൽക്കാലത്ത് 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവ ഇവിടുത്തെ ജനജീവിതം വെല്ലുവിളി നിറഞ്ഞതാക്കുകയാണ് ചെയ്യുന്നത്. വേനൽക്കാലത്ത് അതികഠിനമായ വേനലായിരിക്കും, ശൈത്യകാലത്ത് അതുപോലെ തന്നെ അതിശൈത്യവുമായിരിക്കും. ഇത്തരത്തിൽ വേനൽക്കാലത്ത് ഈ ചൂട് 50 ഡിഗ്രിയിൽ ഉയരും, 50 ഡിഗ്രി സെൽഷ്യസിനേക്കാളും ഉയരുകയും അതുപോലെ അവിടെ ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്, മഴയുടെ ലഭ്യതക്കുറവ് ഉണ്ടാകുന്നുണ്ട്, ശക്തമായിട്ടുള്ള കാറ്റുണ്ടാകുന്നുണ്ട്. ഇവയെല്ലാം അതിജീവിച്ച് അവിടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമിയിൽ സാധ്യമാകുന്നില്ല. കടുത്ത ചൂടിൽ ടാർ ഉരുകുകയും പലപ്പോഴും റോഡുകൾക്ക് കുറുകെ ശക്തമായ മണൽക്കാറ്റ് വീശുകയും ചെയ്യുന്നത് ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ് എന്നത് മറ്റൊരു ഘടകമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നത് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. മരുഭൂമികളെ അപേക്ഷിച്ച് പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജനജീവിതമാണ് ഏറെ സുസ്ഥിരം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു അധ്യായം. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് മണലാരണ്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ജനജീവിതം, എങ്ങനെയാണ് അവിടുത്തെ ഭൂപ്രകൃതി, അവിടെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ കൃഷി എന്താണ്, വ്യവസായം എന്താണ്, എങ്ങനെയാണ് വിനോദസഞ്ചാരം ഉപകാരപ്പെടുന്നത്, ഏതൊക്കെയാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഭൂരൂപങ്ങൾ ഏതൊക്കെ, അവ ഏതെല്ലാം തരത്തിൽ, അവയുടെ പേരുകൾ എങ്ങനെ, അവ എങ്ങനെ രൂപപ്പെടുന്നു, ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ള പോയിന്റ്സ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവയൊക്കെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഒരു കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നു, പെട്ടെന്ന് തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ബർക്കൻസ്, സീഫുകൾ തുടങ്ങിയ തരത്തിലുള്ള പേരുകൾ, ആ ഒരു ടേംസ് ഒക്കെ കേൾക്കുമ്പോൾ ഇത് ഇന്നതാണ് എന്ന് ഓർക്കാൻ പറ്റണം. ഇപ്പൊ എന്താ പറയുക, ഓട് വൺ ഔട്ട് പോലെയൊക്കെ തരുകയാണെങ്കിൽ ഇത് മണൽ രൂപമാണ്, മറ്റുള്ളവയൊന്നും അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.